Watch full episodes on Jio Hotstar. എന്റെ തല ചുറ്റിട്ട് വയ്യേ. പൊളിക്കടുത്തല്ല. നമ്മളെങ്ങോട്ടായി പോണത്? പൊളിക്കടുത്തല്ല. ഇവൻ ഇപ്പോഴും പിക്നിക്കിന് വന്നിരിക്കുന്ന മൂടാണ്. തിരിച്ചു പോണെന്നുള്ള ചിന്തയൊന്നും ഇവനില്ല. അതെ, ഇതെന്താണ്? ഇത് തലയില്ലാത്തൊരു ഡൈനോസോർ എന്നാ തോന്നുന്നേ. ഒരുപാട് കാലമായിട്ട് ഇത് ഇവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അതെന്താ? എന്ത് ഭംഗിയുള്ള പല്ലിയാണത്. ആരും മിണ്ടരുത്. അത് എന്ത് ചെയ്യുവാണ് നോക്കാം. പൊളിക്കടുത്തല്ല. ഈ ഡൈനോസറിന് ഇപ്പോഴും ജീവുണ്ട്. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ഇത് ടോട്ടിറ്റോറസ് ആണ്. ഇത് ആമയെ പോലെ കഴുത്തുള്ളിലേക്ക് വലിച്ച ഒളിച്ചിരിക്കും. ഇര വരുന്നത് വരെ ഇവൻ കാത്തിരിക്കും. ഇര വന്നു കഴിഞ്ഞാ തല പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ആക്രമിക്കും. വിടാതിന്, വിടാൻ. ഓടിക്കോ. കിടന്ന് പാമ്പിന്റെ അടുത്ത് മുണ്ടിന്റെ ഉള്ളിലിട്ട് അവസ്ഥയായി പോയല്ലോ എനിക്ക്. ഇതിനെയാണ് വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ വല്ല ഐഡിയ തരൂ. ഐഡിയ. സമൂസയുടെ ബാഗ്. മോട്ടു, നീ ഓടിക്കൊണ്ടേ ഇരിക്കേ. നിനക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജർ ഞാനിപ്പൊ കൊണ്ടുവന്ന് തരാട്ടോ. കിട്ടിപ്പോയി. മോട്ടു, ഇന്ന പിടിച്ചോ സമൂസ. എന്നിട്ട് കാണിച്ചു കൊടുക്ക് നമ്മൾ ആരാണെന്ന്.
മോട്ടു മോട്ടു അല്ല നിങ്ങളൊക്കെ ആരാ ഈ പാറ്റ പൊടിയുന്ന പോലെ എവിടെന്നാ വന്നത്? ഈ കാട്ടിലെ ദേവതമാരുടെ കൃപ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിമാനം തകർന്നു വീണപ്പോ തൊട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഈ കാട്ടിലെ ദേവതമാരുടെ കൃപ കൊണ്ട് ഞങ്ങൾ എപ്പോ വിചാരിച്ചാലും അപ്രത്യക്ഷമാകാൻ സാധിക്കും. ഓ ഇത് മോൻകിസ വർഗക്കാരാണ്. ഇവരെ കുറിച്ച് എനിക്ക് വായിച്ചറിവേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ കാണുകയും ചെയ്തു. കാഴ്ചയിൽ കുരങ്ങന്മാരെ പോലെ തോന്നിപ്പിക്കുന്ന മനുഷ്യരാണിവർ. എന്റെ പേര് ജുസു എന്നാണ്. റിനോദയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ നേതാവ് സിമയാണ്. നിങ്ങൾ എല്ലാവരും വളരെ പരാക്രമികളാ. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഗസാമയെ ഇങ്ങനെ പൊരുതി തോൽപ്പിച്ചത്. ആ ലിസയെ രക്ഷപ്പെടുത്തിയതിലൂടെ നിങ്ങൾ വലിയ കാര്യമാ ചെയ്തത്. അതൊരു സാധു മൃഗമാ. കാട്ടിലെ ദേവീദേവന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ. ഇത് വാങ്ങിക്കൂ. ഈ മരുന്ന് അതിന് പുരട്ടിക്കൊടുക്കൂ. കൂട്ടുകാരാ, നീ ചെന്ന് നല്ലപോലെ വിശ്രമിക്കൂ. നിനക്ക് ആവശ്യം ഇപ്പൊ വിശ്രമമാണ്. അതുകൊണ്ട് പോയി ഉറങ്ങിക്കോ. കഴിക്കാനെന്ന് പറഞ്ഞ് അവിടെ എവിടെയും ചുറ്റിക്കളിക്കരുത്, കേട്ടല്ലോ? നിങ്ങൾ ആരാണ്? എവിടുന്ന് വരുന്നു? ഇത് നിങ്ങൾ എന്ത് വാഹനത്തിലാണ് യാത്ര ചെയ്തത്? ആദ്യം ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്, പിന്നീടാവാം കുശലാന്വേഷണമൊക്കെ. ഇവരിപ്പോ നമ്മുടെ അതിഥികളാ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് അമ്മയെ കാണണം. ഇവൻ ഇത് വർത്താനം പറഞ്ഞു തുടങ്ങി. എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനിത് അറിഞ്ഞില്ല. ഇവനൊരു മൂകനായിരുന്നെന്നാ ഞാൻ കരുതിയത്. ഓ കഷ്ടം. ഇവനെ കൊണ്ട് ഞാൻ അത് ഞാൻ കൊഞ്ഞയെ കൊണ്ടല്ല ഇത്രയും നാൾ സംസാരിക്കാനിരുന്നത്. ഇപ്പൊ എനിക്ക് പേടിയെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നു. അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടി നിധിയുടെ കാര്യം പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് കുടുക്കി കളഞ്ഞല്ലോടാ. കുട്ടിക്കാലത്ത് അമ്മ അച്ഛനെ പറയുമായിരുന്നു, അത്യാഗ്രഹം ആപത്താണ്, ആപത്താണ്, ആപത്താണെന്ന്, ആപത്താണെന്ന്. അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട് അത്യാഗ്രഹം ആപത്താണ്, ആപത്താണ്. സോറി ബോസ്. എന്നെ തല്ലി. എന്നെ രക്ഷിക്കൂ, ബോസ്. എന്നെ രക്ഷിക്കൂ. എനിക്ക് ഇതിന്റെ ലഞ്ചും ആവണ്ട, ഇതിന്റെ ഡിന്നറും ആവണ്ട. ആരെങ്കിലും ഇതിനെ പറഞ്ഞെന്ന് മനസ്സിലാക്ക. എന്നെ രക്ഷിക്കൂ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ, കവിതയ്ക്കുണ്ടായവനെ, നീ കവിതയുടെ കാര്യം വിട്ട് എന്നെ രക്ഷിക്കാൻ നോക്ക്. നിങ്ങൾ എന്നെ രക്ഷിക്കാനാണോ അതോ കൊല്ലാനാണോ പരിപാടി?
ഞങ്ങൾ അക്കാണുന്ന ഏറുമാടത്തിലാ താമസിക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മൂപ്പ, നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രത്യക്ഷരാവാൻ കഴിയുന്നത്? ആ സമയത്ത് നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചില്ലല്ലോ. ഈ പഴം നോക്കൂ, ആ, ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അപ്രത്യക്ഷമാകാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കുട്ടികൾ അന്നും ഇവിടെ ഓടിച്ചാടി കളിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. എല്ലാം അവസാനിച്ചു. എന്താ എന്താ സംഭവിച്ചത്? ഏ? ഏ? റോക്കോട്ടോസിന്റെ പടയാളികൾ ഇറങ്ങി, ഓടിക്കോ ഓടിക്കോ. എല്ലാരും ഓടിക്കോ, എന്റെ അമ്മോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. മോട്ടു പത്ലൂന് അപകടമുണ്ട്. അതെ, ഇവിടെ ഇവിടെ ഇവിടെ, പെട്ടെന്നാവട്ടെ. അതെ, ഇവിടെ ഇവിടെ, പെട്ടെന്നാവട്ടെ. ഇവിടെ ഇവിടെ, പെട്ടെന്നാവട്ടെ. അവരിങ്ങോട്ടാ വരുന്നത്. നമുക്ക് വേഗം ഓടി ഒളിക്കാം. എന്റെ മോട്ടു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ നിന്നോട് പറയാണ്. ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ. മുകളിലുള്ളവന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മുകളിലുള്ളവരൊക്കെ താഴെ വരുന്നുണ്ട്. അവിടെ നോക്കൂ. ഇതെന്താ ഇവിടെ മരങ്ങള് പറക്കുവോ? ഇത് അടിപൊളി സ്ഥലമാണല്ലോ. ഇവിടുത്തെ മരങ്ങളൊക്കെ പറക്കുന്നുണ്ടല്ലോ.
കളിക്കുന്നേ? മാമ ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ പിടിക്കേ, നല്ല രസായിരിക്കും. ചോട്ടോ ഇപ്പോഴും പിക്നിക്കിന്റെ മോഡിൽ തന്നെയാ. സൂസുവിനോടൊപ്പം 4 പേരെ കാണാതായിട്ടുണ്ട്. അതിഥികളായി എത്തിയവരിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടോ? വളരെ സന്തോഷമുണ്ട് മറിഞ്ചേട്ടോ. നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. താങ്ക് യു മിസ്റ്റർ ട്രീ. പണ്ടുള്ളവർ പറഞ്ഞു കേട്ട അറിവേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ മരങ്ങൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. പക്ഷെ അതാരും കണ്ടിട്ടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടാ നിങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാരെ അവര് കൊണ്ടുപോയി. അതെങ്ങനെ സംഭവിക്കും? ഞങ്ങൾ ചെന്നവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എവിടെയുള്ളത് അവര്? ഇനി ഒരിക്കലും നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. റോബോട്ടേഴ്സിന്റെ കൂടെ അവരെ ഐസോപ്പിയിലേക്ക് കൊണ്ടുപോയി. അല്ല, ഈ റോബോട്ടേഴ്സ് ആരാ? റോബോട്ടേഴ്സ് ഐസോപ്പിയിലെ രാജാവാണ്. അയാൾ കാരണമാണ് ഞങ്ങളുടെ ഈ കബീല ഇങ്ങനെ നശിച്ചു പോയത്. റോബോട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. മാമ ഇതുവരെ ആരും പരിശ്രമിച്ചിട്ടുണ്ടാകില്ല. പരിശ്രമിച്ചോണ്ടിരിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. ചോട്ടോ, ചോട്ടു! ചോട്ടു! എന്റെ ചോട്ടുവിനെ തിരിച്ചു തരൂ! എന്റെ ചോട്ടുവിനെ തിരിച്ചു തരൂ! ഏതാ ഈ സ്ഥലം? എന്റെ അമ്മോ, ഇതെന്തൊരു സ്ഥലമാണ്! ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എല്ലാരും എങ്ങനെയാ ഗ്രീൻ ഹൗസിലെത്തിയേ? ഓ എന്റെ ടിങ്കിൾ ചേട്ടാ, ഞങ്ങൾ ഫുർഫുരി നഗരത്തിൽ നിന്ന് വരികയാണ്. എന്റെ പേര് ഡോക്ടർ ജഡ്ക എന്നാണ്. ഇത് എന്റെ സുഹൃത്ത് ഗസീട്ടാറാം, ഇത് ജൂസു, ഇത് ചിങ്ക, പിന്നെ ഇത് ചോട്ടു. ഞാനൊരു പ്ലെയിൻ ഉണ്ടാക്കി, അതില് ഞങ്ങൾ ഒരു യാത്രക്ക് ഇറങ്ങിയതാ. എന്താ, നിങ്ങളൊരു പ്ലെയിൻ ഉണ്ടാക്കിയെന്നോ? എനിക്ക് ആവശ്യം നിങ്ങളെ പോലത്തെ ഒരാളായിരുന്നു. ബാബാ ബാബാ ബ്ലാക്ക് ഷേപ്പ്, ഗ്രേറ്റ് റോബോട്ടസ്, എവിടെയാണ് നിങ്ങൾ? നിങ്ങൾ കേട്ടോ, ഇവരെല്ലാം സയന്റിസ്റ്റ് ആണെന്ന്. വെൽക്കം ടു ഐസോഫിയ. എന്താ, എന്നെ കണ്ട് പേടിച്ചു പോയോ? പേടിക്കൂ, പേടിക്കൂ, ഇനിയും പേടിക്കൂ. ഐ എം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. എന്നെ കണ്ട് പേടിക്കുന്നവരെ എനിക്ക് ഇഷ്ടമാണ്.
കാരണം പേടിക്കുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ, പേടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടെന്നോ? എനിക്ക് മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് എല്ലാം മനസ്സിലാവും. ഡോക്ടർ ജട്ക, നിങ്ങളൊരു സയന്റിസ്റ്റ് ആണ്. ജോണി യെസ് പാപ്പ. ഗ്രേറ്റ് റോബോട്ടിസ്, ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. ഇയാൾ ഒരു പ്ലെയിനും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവരെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പൊളിച്ചെടുത്തല്ലോ, ഇയാൾക്ക് ശരിക്കും വട്ടാണ്. പ്ലെയിനിന് കംപ്ലൈന്റ് ഉണ്ട്. ആ പ്ലെയിനിൽ ഇരുന്നാ പിന്നെ കംപ്ലൈന്റ് എങ്ങനെയാ വരിക? ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് അല്ലേ? ഇദ്ദേഹത്തിന് തെറ്റിപ്പോയതാ. ഡോക്ടർ അങ്കിൾ അടിപൊളിയാണ്. ഇദ്ദേഹം നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഗ്രേറ്റ് റോബോട്ടിസ്, ഈ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറഞ്ഞത് ശരിയാണ്. ഡോക്ടർ ജട്ക ഒരു നല്ല സയന്റിസ്റ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാം. അല്ല എന്റെ പൊന്നു സുഹൃത്തേ, എന്താ നിങ്ങളുടെ വലിയ സ്വപ്നം? ചപ്പി ചിക്സ്, റോസി ലിപ്സ്. എല്ലാരും നോക്കൂ, നിങ്ങളുടെ പ്ലാനറ്റ് ഒരു ദിവസം ഇങ്ങനെ ആവും. ഐ ആം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. എന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ പോകാം. ഞാനൊരു മെഷീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മെഷീൻ കൊണ്ട് ഈ ലോകം മുഴുവനും ചാരമാവും. അതിന് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടി വരും. എന്താ ചെയ്യില്ലേ? വേണ്ട ഡോക്ടർ ജട്ക, ഈ ചതിയനെ ഒരിക്കലും സഹായിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കുന്നവർ എന്നും രക്ഷപ്പെടുമെന്ന്. അതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായില്ലേ? പേടിക്കാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാൻ സഹായിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ ഞാൻ. I am happy, more than happy. Watch India's largest kids library only on Jio Hotstar. Download the app now.